വൈശാഖും സാക്ഷിയും വിവാഹിതരായി. കെട്ടും കഴിഞ്ഞ് റിസപ്ഷനും മറ്റു തിരക്കുകളും എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലെത്തി. അപ്പോഴാണ് വൈശാഖ് ഓർത്തത്, സാക്ഷി ഇതുവരെ തൻ്റെ മുഖത്തേക്കൊന്നും നോക്കിയിട്ട് പോലെയില്ല. എന്താണ് അവൾക്ക്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? തന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം? അതോ ഇനി വല്ല പ്രണയമോ മറ്റോ ഉണ്ടോ? അവൻ ആലോചിച്ച് നിൽക്കുന്നതിനിടെ പുറത്തൊരു ബഹളം കേട്ടു. വിവാഹത്തിനായി ഉടുത്തൊരുങ്ങിയ വസ്ത്രങ്ങൾ മാറാൻ നേരമാണ് ഈ സംഭവം. അവൻ അതൊന്നും മാറ്റാതെ തന്നെ വളരെ വേഗം പുറത്തേക്കിറങ്ങി. വൈശാഖ് കൂട്ടുകാർക്കിടയിലേക്ക് പോയപ്പോൾ ഒരുവൻ അവിടെ നിന്ന് വല്ലാത്ത അലമ്പ്. രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെന്ന് അവൻ്റെ പെർഫോമൻസ് കണ്ടാൽ തന്നെ അറിയാം. ഇറങ്ങിച്ചെന്ന് വൈശാഖ് കൂട്ടുകാരോട് കാര്യം തിരക്കി. ഏയ് ഒന്നുമില്ലടാ, നീ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞ് അവർ വൈശാഖിനെ ഉള്ളിലേക്ക് തള്ളിവിട്ടു. അപ്പോൾ തന്നെ വൈശാഖിനെന്തോ പന്തികേടായി തോന്നി. കാര്യം പറയടാ, അവൻ ആരാ? അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് വൈശാഖ് ചോദിച്ചു. അപ്പോഴാണ് അവൻ അറിയുന്നത് താൻ കെട്ടിക്കൊണ്ടുവന്നവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വന്ന കക്ഷിയാണിതെന്ന്. അത് കേട്ടപ്പോൾ തന്നെ വൈശാഖിന് ഉള്ളിലൊരു ആന്തൽ തുടങ്ങി. അവൻ ആകെ ഒന്ന് ടെൻഷനായി. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞാൽ എന്താവും അവസ്ഥ? ഡാ, തൽക്കാലം ഇതാരും അറിയണ്ട. ആദ്യം നീ അവനെ ഒന്ന് മാറ്റി നിർത്ത്, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് വൈശാഖ് അകത്തേക്ക് കയറി. വളരെ വേഗം തന്നെ അവൻ മുറിക്കുള്ളിലേക്ക് കയറി വാതിലടച്ചു. അപ്പോഴും ഒരു കുലുക്കവുമില്ലാതെ സാക്ഷി തല കുനിച്ചു തന്നെ അവിടെ ഇരിക്കുകയാണ്. അവൻ പതുക്കെ അവളുടെ അടുത്തായി വന്നിരുന്നു. അവൻ വളരെ ശാന്തതയോടെ തന്നെ അവളോട് സംസാരിച്ചു തുടങ്ങി. വൈശാഖ് പതിയെ അവളോട് പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. കുറച്ചു നേരത്തേക്ക് അവളിൽ നിന്നും മറുപടി ഒന്നും തന്നെ കിട്ടിയില്ല. അവൾ അതേ ഇരിപ്പ് തന്നെ തുടർന്നു. അവളിൽ നിന്നുള്ള മറുപടി വൈകുന്തോറും വൈശാഖിന് ടെൻഷൻ കൂടി വരികയായിരുന്നു. അവൻ പതിയെ അവളെ ആ ജനലിനരികിലേക്ക് നീക്കി നിർത്തി ആളെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത്. എനിക്കറിയാം, ഞങ്ങൾ പ്രണയിച്ചിരുന്നു. പക്ഷേ വീട്ടിലാരും വിവാഹത്തിന് സമ്മതിച്ചില്ല. സാക്ഷി പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈശാഖ് ആകെ വിയർത്ത് കുളിച്ചിരുന്നു. അവന് സമനില തെറ്റിയതുപോലെയായി. ഒരു കെട്ട് ജാതകം നോക്കിയാണ് ഒരുവളെ കണ്ടെത്തിയതും കെട്ടിയതും. വേറെ ഒരിഷ്ടം പറയാൻ പെണ്ണുകാടൽ മുതൽ വിവാഹം വരെ സമയമുണ്ടായിരുന്നല്ലോടി. അല്ലെങ്കിൽ താലി കെട്ടാൻ തല കുനിച്ചു തരുന്നതിന് മുമ്പ് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അങ്ങനൊരു മുന്നറിയിപ്പ് തന്നിരുന്നെങ്കിൽ ഞാൻ ഈ താലി കെട്ടില്ലായിരുന്നല്ലോടി പെണ്ണെ എന്ന മട്ടിൽ സാക്ഷിയെ വൈശാഖ് നോക്കി. വൈശാഖിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ കുറച്ചു നേരം അവിടെ ഇരുന്നതിനു ശേഷം വളരെ വേഗം തന്നെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി തൻ്റെ ഭാര്യയുടെ കാമുകൻ്റെ അടുത്തേക്ക് ചെന്നു. താനൊന്ന് അകത്തേക്ക് പോയി വരുന്നതിനിടയിൽ കൂട്ടുകാരവനെ കൈവച്ച ലക്ഷണം കാണുന്നുണ്ടല്ലോ എന്ന് വൈശാഖിന് തോന്നി. വൈശാഖ് അവൻ അരികിലേക്ക് ചെന്നു. നീയൊക്കെ ഒരാണാണോ? കല്യാണത്തിന് മുമ്പ് പറയാനുള്ള ധൈര്യം നിനക്കില്ലാതെ പോയല്ലോ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒന്ന് വേഷം കെട്ട് കാണിക്കുന്നു. തടി കേടാവാതെ പോവാൻ നോക്കടാ ചക്ക എന്ന് പറഞ്ഞ് വൈശാഖ് ഒന്ന് തിരിഞ്ഞതും അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. അവൻ്റെ ആ വാക്കുകൾ വൈശാഖിന് വെള്ളടി വെട്ടിയ പോലെയാണ് തോന്നിയത്. പെണ്ണ് കാണാൻ ചെന്ന ദിവസം മുതൽ സാക്ഷി വൈശാഖിൻ്റെ ഉള്ളിൽ കയറിക്കൂടിയിരുന്നു. ഇവളെ അല്ലാതെ മറ്റാരെയും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇനി കൂട്ടില്ല എന്ന് അവളെ കണ്ട നിമിഷം തന്നെ തീരുമാനിച്ചതാണ്. ഇനി എന്ത് സ്നേഹത്തിൻ്റെ പേരിലായാലും സാക്ഷിയെ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് വൈശാഖിൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്നലെ വരെ അവർ തമ്മിൽ അതെന്തോ ആയിക്കോട്ടെ, അതെനിക്ക് വിഷയമല്ല. പക്ഷേ ഇന്നു മുതൽ അവൾ എൻ്റെ ഭാര്യയാണ്. വൈശാഖിൻ്റെ മനസ്സ് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ സാക്ഷിയുടെ തീരുമാനം എന്താണെന്ന് അറിയില്ലല്ലോ. അകത്തുപോയി അതറിയുന്നത് വരെ അവനൊരു സമാധാനം ഉണ്ടായില്ല. വൈശാഖ് കൂട്ടുകാരെ മാറ്റി നിർത്തി പറഞ്ഞു, ഞാൻ എന്തായാലും സാക്ഷിയോടൊന്ന് സംസാരിക്കട്ടെ. അതുവരെ നിങ്ങൾ ഇവനെ ഒന്ന് മാനേജ് ചെയ്യും. വൈശാഖിൻ്റെ കൂട്ടുകാർക്ക് അവനോടുള്ള ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. അവർ തലങ്ങും വിലങ്ങും ഇടിക്കാൻ തുടങ്ങി. വൈശാഖ് ഇടപെട്ട് അതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചു. എന്തായാലും ഇവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും. ഒന്നുകിൽ ഇവൻ വിളിച്ചാൽ ഇറങ്ങിപ്പോവും. ഈ വന്നിട്ടുള്ളവരുടെ എല്ലാം മുമ്പിൽ ഞാനും എൻ്റെ കുടുംബവും നാണം കെടും. വൈശാഖിൻ്റെ ചിന്തകൾ കാട് കയറി. അവൻ ഉറപ്പിച്ചു, കെട്ടല്ലേ കഴിഞ്ഞുള്ളൂ, ജീവിതമൊന്നും തുടങ്ങിയില്ലല്ലോ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. സാക്ഷി അവനോടൊപ്പം സന്തോഷമായിരിക്കുവാണെങ്കിൽ പൊയ്ക്കോട്ടെ. അവൻ മനസ്സോടെ മുറിയിലേക്ക് കയറി. വൈശാഖ് അവളെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. കുടുംബക്കാരൊക്കെ കാര്യം എന്താണെന്നറിയാൻ വേണ്ടി ഇടയ്ക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. പക്ഷേ കൂട്ടുകാർ അതൊക്കെ അവരാരും അറിയാതെ തന്നെ കൈകാര്യം ചെയ്തു. വൈശാഖ് അവനെ അല്പം മാറ്റി നിർത്തിയതിന് ശേഷം പറഞ്ഞു, നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെങ്കിൽ നീ കൂട്ടിക്കൊണ്ടു വെക്കൂ. ഒരാവേശത്തിന് അവനത് പറഞ്ഞുവെങ്കിലും അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടിച്ചിലുണ്ടായി. അത് പുറത്ത് കാണിക്കാതിരിക്കാൻ അവൻ പരമാവധി ശ്രദ്ധിച്ചു. അവളെ എങ്ങനെ വിടാനുള്ള മനസ്സ് ഒട്ടും തന്നെ ഉണ്ടായില്ല. പക്ഷേ ജീവിതത്തിനറ്റം വരെ കൊണ്ടുപോകുമ്പോൾ അവളുടെ മനസ്സും കൂടെ വേണമല്ലോ. വൈശാഖ് ഓർത്തു, തങ്ങളുടെ ബന്ധത്തിന് ഇന്നൊരു സത്യമുണ്ട്. താൻ അറിഞ്ഞു കെട്ടിയ ഒരു താലിയുണ്ട് അവളിൽ. ഒരു പക്ഷേ പൊന്നിൽ പണിത താലിയിൽ തൻ്റെ ഹൃദയം കൊരുത്തു വെച്ചത്
അവൾ ഒരിക്കലും അറിഞ്ഞു കാണില്ല. വൈശാഖിൻ്റെ മനസ്സൊന്ന് നീറി. ഒരുപക്ഷെ അവൾ പടിയിറങ്ങുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് താൻ ഉത്തരം നൽകേണ്ടി വരുമെന്ന് അവന് തോന്നി. താൻ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയായി നിൽക്കേണ്ടി വരുമെന്നും അവനറിയാമായിരുന്നു. അവൻ്റെ തലപുകഞ്ഞ ആലോചനകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവൻ അവളെ വിളിച്ചു. ഒരു നിമിഷം സാക്ഷിയും വൈശാഖും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. സാക്ഷിയുടെ തീരുമാനം എന്താകുമെന്നറിയാതെ വൈശാഖിന് കാലുകൾ പോലും നിലത്തുറയ്ക്കാത്ത അവസ്ഥയായി. നിറകണ്ണുകളോടെ സാക്ഷി വൈശാഖിൻ്റെ കാലിലേക്ക് വീണു. അവനത് തടഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, പിന്നെ നീ അനുഗ്രഹം വാങ്ങി കാശിക്ക് പോകുമല്ലേ? എന്നാൽ അവൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് സാക്ഷി അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ വൈശാഖിൻ്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതുവരെ ആണത്തം കാണിക്കാത്തവനല്ല എനിക്ക് വേണ്ടത്. ഇല്ല, എനിക്ക് അങ്ങനെയൊരു ജീവിതം വേണ്ട. ഈ കരം പിടിച്ചത് ഞാൻ പൂർണ്ണ മനസ്സോടെയാണ്. ഈ താലി കഴുത്തിൽ വീണത് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കും എന്ന ഉറപ്പോടുകൂടി തന്നെയാണ് താലി കെട്ടാനായി ഞാൻ തലകുനിച്ചു തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അതെ, തനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തിരിച്ചറിവിൽ വൈശാഖ് കൂടുതൽ ശക്തിയോടെ അവിടെ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഒരു നിമിഷം തൻ്റെ കാലിടറിയ പോലെ തോന്നിയെങ്കിലും സാക്ഷിയുടെ ആ ഒരു വാക്കിന് തൻ്റെ ജീവിതത്തിന് ഇത്രമേൽ ശക്തി തരാൻ കഴിയുമെന്ന് അവൻ പോലും കരുതിയില്ല. മനസ്സിൽ അല്പം പോലും കളങ്കമില്ലാതെ സാക്ഷിയെയും ചേർത്ത് പിടിച്ച് വൈശാഖ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ അവൻ്റെ മനസ്സ് പറഞ്ഞു, താലിയിൽ മനസ്സ് കോർത്ത പെണ്ണുമുണ്ട്. തേച്ചിട്ട് പോയി എന്ന് പറയുന്നവർക്ക് അതൊന്നും അറിയില്ല എന്ന് മാത്രം. സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. ഏത് കാറ്റഗറിയിലുള്ള സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെയുള്ള സ്റ്റോറീസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു കിടിലൻ സ്റ്റോറി ആയിട്ട് കാണാം.